ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒരല്പം ത്യാഗമെടുത്തിട്ടാണെങ്കിലും മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ഈ ആരാധന സമയത്ത് പ്രത്യേകമായിട്ട് ശാപപീഡകളിൽ വലിയൊരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അല്പം ശാരീരികമായി ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഈശോ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ വർഗം പുറത്തു പോകണമെങ്കിൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രം. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നമ്മളെടുക്കുന്ന ത്യാഗപ്രവൃത്തിയാണ്. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക, ഈശോയെ ഈ ആരാധന സമയം എന്നിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. ആ പ്രാർത്ഥനയോടെ ആരാധനയുടെ ഗീതം നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീമല്ലവൻ സർവവല്ലഭൻ, അങ്ങേപ്പോലൊരു ദൈവമില്ല. നീമല്ലവൻ സർവവല്ലഭൻ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കും. ഈശോയെ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ ആരാധന സമയത്ത് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുക. പരിശുദ്ധ അൾത്താരയിലുള്ള ഈശോയെ നോക്കി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കുടുംബങ്ങളിൽ തലമുറകളിലൂടെ കടന്നു വന്നിട്ടുള്ള സകല ശാപപീഡകളെയും ഈ അൾത്താരയിൽ ചേർത്ത് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്ന സമയമാണ്. രണ്ട് കരങ്ങളും അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് യേശുവേ, യേശുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അന്യദേവന്മാരെ ആരാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളൊരു തലമുറ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവെ, ആ മേഖലകളെ സമർപ്പിച്ച് വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സത്യദൈവത്തെ ആരാധിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമകനും ദൈവമകളും ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ മനസ്സാ വാച ഇപ്രകാരമുള്ള പ്രവൃത്തിയെ അനുകൂലിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയകൾ, അന്യദേവന്മാരെ ആരാധിക്കുക, അന്യദേവന്മാരെ വണങ്ങുക, അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാപപീഡ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ ഈ ശുശ്രൂഷ സമയത്ത് ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിപ്പോൾ വിധിക്കുന്ന നമ്മുടെ വീട്, നമ്മുടെ വീടിൻ്റെ പശ്ചാത്തലങ്ങൾ, നമ്മുടെ കൃഷിസ്ഥലം, നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം മുഴുവൻ യേശുവിന് കൊടുത്ത്, യേശുവേ, തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുള്ള സകല ശാപപീഡകളെയും, പ്രത്യേകിച്ച് ഒന്നാം പ്രമാണ ലംഘനത്തിനെതിരായിട്ട് കടന്നു വന്നിട്ടുള്ള സകല തിന്മയുടെ മേഖലകളെയും കർത്താവെ ഈ അൾത്താരയിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുൻ തലമുറയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി അപ്രകാരം ഒരു നിന്ദ്യമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ കുടുംബ
കുടുംബത്തിന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കോ. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കോ. ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഒരു പുതിയ അഭിഷേകം, ദൈവശക്തി ആ മേഖലകളിലേക്ക് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ തിരി രക്തത്താൽ, യേശുവിന്റെ കുരിശിനാൽ ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ദൈവ മക്കളിലെ മേലും കുടുംബത്തിന്റെ മേലും പ്രവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ, കർത്താവ് അഴിക്കട്ടെ. യേശുവേ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ അഭിഷേകം, കൃപ 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 കൃപ. The mighty power, 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 the mighty power ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നു. The power. ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ ശക്തി, കുരിശിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി ആ മണ്ണിലേക്ക് വെളിപ്പെടട്ടെ. ലംബ ലംബ റിയ റൂഹ. The mighty power, the mighty power ഈ ശുശ്രൂഷ സമയത്ത് കെട്ടടിയട്ടെ, കെട്ടടിയട്ടെ കർത്താവേ. The mighty power അനേക കുടുംബങ്ങളിലെ പീഡകൾ അഴിയട്ടെ, പൈശാചിക ശക്തികൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ഈശോയെ. പവർ പവർ പവർ. കൈയടിച്ച് കൈയടിച്ച് കൈയടിച്ച്. യെസ്, യേശുവിന്റെ നാമത്തിൽ തലമുറകൾക്ക് കൈയടിച്ച് പാടിക്കേ. തലമുറകൾക്ക് യേശുവേ സംഭവിക്കട്ടെ. യേശുവേ തലമുറകൾക്ക്. ആമേൻ. യേശുവിന്റെ ബലിയുടെ യോഗ്യതയാലേ ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ ആമേൻ. കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ ആമേൻ. യേശുവിന്റെ തിരുരക്തം രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണുനീര് കുടുംബത്തിൽ വീണിട്ടുണ്ടെങ്കിൽ, മുൻ തലമുറകളിൽ വീണിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തില് ആരെങ്കിലും മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അയൽവാസി ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ മേഖലകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളില് അംഗവൈകല്യമുള്ളവരെ വേദനിപ്പിച്ച അനുഭവങ്ങള്, ആരുമില്ലാത്തവരെ വേദനിപ്പിച്ച അനുഭവങ്ങള് കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഈശോയെ. ആമേൻ. പവർ. കൈയടിച്ചേ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം ഞങ്ങൾ ദൈവ മക്കളാണ്, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചേ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. അനർത്ഥങ്ങൾ അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ആമേൻ ആമേൻ. യേശുവേ കരങ്ങൾ ഉയർത്തി
ആമേൻ. മരണത്തെ ജയിച്ചവനെ ഈശോയേ, ഈശോയേ മരണത്തെ ജയിച്ചവനെ. ജയിച്ചവനേ ശോ. ഈശോയേ ആമേൻ. മരണത്തെ ജയിച്ചവനെ ആമേൻ. ആമേൻ. ഈശോയേ മരണത്തെ ജയിച്ചവനെ ജയിച്ചവനേ കർത്താവായി പാവായി അധിപതിയായി എന്നും ഞങ്ങളിൽ വാഴണമേ. ഞങ്ങളിൽ വാഴണം കർത്താവായിട്ട് അധിപതിയായി എന്നും ഞങ്ങൾ വാഴണമേ. കരങ്ങൾ ഉയർത്തി ഈശോയേ. ശോ. തുകൾ പൊട്ടുതട്ടെ. ആരാധന, ആരാധന, ആരാധന. ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടുതട്ടെ. യേശുവേ, സകല ബന്ധനങ്ങളും അഴിയട്ടെ. സകല ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തം ആമേൻ. ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം. കരങ്ങൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലൈംഗിക പാപ പീഡകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വ്യഭിചാരത്തിന്റെ ദുർഭൂതത്തെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. തലമുറകളായിട്ട് കടന്നു വന്നിട്ടുള്ള അവിശ്വസ്തതയുടെ പീഡകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആത്മാവ് കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധിയെ ബന്ധിക്കട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മുൻ തലമുറയിൽ പെട്ടവര് ഏതെങ്കിലും തരത്തില് ലൈംഗിക പാപ പീഡകളിലൂടെ കുടുംബത്തെ അശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം. അശുദ്ധിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അശുദ്ധിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 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 കർത്താവേ. ദൈവശക്തി വെളിപ്പെടട്ടെ. അഭിഷേകം വെളിപ്പെടട്ടെ. കെട്ടുകൾ അഴിയപ്പെടട്ടെ. പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. തിന്മകളൊന്നും വരികയില്ല. ശോ. ആരാധന, 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 ആരാധന. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻ തലമുറയിൽ ഏതെങ്കിലും കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കൊലപാതകത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന മണ്ണില് രക്തം വീണിട്ടുണ്ടെങ്കിൽ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയുള്ള തലമുറകളിൽ കർത്താവെ ഈ ശാപ പീഡ വീടല്ലേ. കർത്താവെ, ഈ ശാപ പീഡ വീടല്ലേ. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന് ആസക്തിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന് ആസക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് തിന്മകളൊന്നും വരികയില്ല. തിന്മകളും വരികയില്ല. ആമേൻ. അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ശോ. അനർത്ഥങ്ങളൊന്നും. ആമേൻ. തിന്മകളും ഈ സമയത്ത് തന്നെ കർത്താവിന്റെ ആത്മാവ് പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. പുതിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ ശക്തി വെളിപ്പെടുന്നു. നിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടുന്നു. അലർജി രോഗങ്ങളെ കർത്താവ് ശാസിക്കുന്നു. ദൈവശക്തി വെളിപ്പെടുന്നു. യേശുവേ, പാവായി അധിപതിയായി കർത്താവായിട്ട് അധിപതിയെ എന്ന് ഞങ്ങൾ വാഴണമേ. രണ്ട് കരങ്ങൾ ശിരസിൽ അങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ അഭിഷേകം അനേകരിലേക്ക് ശക്തമായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സണ്ണി എന്ന് പേരുള്ള ഒരു സഹോദരന്റെ പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജോസിനെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ലീനയെ കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാളുകളായി ശരീരത്തിൽ ഇത് അലർജി രോഗമുള്ള 8-ലധികം പേരെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഉദര സംബന്ധമായ അസ്വസ്ഥതയുള്ള ത്രേസ്യാമ എന്ന ചേച്ചിയെ കർത്താവ് ഇതാ തൊട്ട് അനുഗ്രഹിക്കുന്നു. നിന്റെ മേൽ അതിശക്തമായ കൃപയൊഴുകുന്നു. അതിശക്തമായ കൃപയൊഴുകുന്നു. മകളെ ഓർത്ത് കരയുന്ന അമ്മേ, അമ്മയുടെ കണ്ണുനീരിന് ഉത്തരമുണ്ട്.
ഉത്തരമുണ്ട് കർത്താവേ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് സംഭവിക്കട്ടെ, കർത്താവ് ഇത് സംഭവിക്കട്ടെ, കർത്താവ് ഇത് സംഭവിക്കട്ടെ, കർത്താവ് ഇത് സംഭവിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. തലമുറകളിലൂടെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുള്ള തിന്മയുടെ കെട്ടുകളെ കർത്താവ് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം പേർക്ക് കർത്താവ് ഭാഷാവരത്തിന്റെ കൃപ നൽകുന്നു. അനേകം പേർക്ക് കർത്താവ് ഭാഷാവരത്തിന്റെ കൃപ നൽകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചോ. കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് സുമ എന്ന പേരുള്ള ഒരു സഹോദരിയെ പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈ തലയുടെ മുകളിൽ സൂചി കുത്തുന്നത് പോലെ ശക്തമായ പെയിൻ, വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നു. ഈശോ നിന്റെ കാലുകൾക്ക് ബലം നൽകുന്നു, കാലുകൾക്ക് ബലം നൽകുന്നു. അപ്രകാരം കാലിന് ബലക്കുറവോ, നടക്കുമ്പോൾ വീണു പോകുന്ന അവസ്ഥയോ, കാലിന് വേദനയുള്ളവര് കാല് ചവിട്ടി ആ കാലിൽ ബലം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. കാലിൽ ബലം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഫെമിൻ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ മേൽ കർത്താവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കുക. നിന്റെ മേൽ കർത്താവ് അതിശക്തമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകർക്ക് ഭാഷാവരത്തിന്റെ കൃപ ലഭിക്കുന്നു കേട്ടോ. ഭാഷാവരത്തിന്റെ കൃപ, ഭാഷാവരത്തിന്റെ കൃപ. നാളുകളായി വിദേശത്ത് പോകാൻ വേണ്ടി നാളുകളായി കഷ്ടപ്പെട്ട് പലതവണ പല ഏജൻസികളുടെ വാതിലുകൾ മുട്ടി പണം പോലും നഷ്ടപ്പെട്ട ആ മകൻ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു. മകനെ, കർത്താവ് നിന്നിൽ ഇടപെടുന്നു. കർത്താവ് നിന്നെ ഒരുക്കൂടാ. കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ, വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. ബോസ്കോ എന്നുള്ള ഒരു പേരും കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നു. ബോസ്കോ, ഇതാ കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ചത് ഏറ്റെടുക്കണം, വിശ്വസിച്ചത് ഏറ്റെടുക്കുക. തീ പൊള്ളലേറ്റതിന് ശേഷം ദിവസങ്ങളായി ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. പൊള്ളലേറ്റ സ്ഥലം പഴുത്തിരിക്കുന്നു. വിഷമിച്ച് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തി, ആ സഹോദരി, കർത്താവ് ഇതാ തൊടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഓൺലൈനിൽ പങ്കെടുക്കുന്ന അനേകർക്ക് കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുന്നു, കൃപ ഒഴുകപ്പെടുന്നു. ഡിപ്രഷൻ മൂലം ദിവസങ്ങളായി കിടന്ന കിടപ്പില് ഉറക്കം, അസ്വസ്ഥത, മടി, ഒന്നും ചെയ്യാൻ ഉത്സാഹമില്ല. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അപ്രകാരമുള്ള മറ്റൊരു സ്ത്രീയെ കർത്താവ് ഇതാ കൈക്ക് പിടിച്ച് ബലം കൊടുക്കുന്നു. ഈശോ നിനക്ക് ബലം നൽകുവാണ്. ഈശോ നിനക്ക് നൽകുന്ന ബലമാണ്. സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വിശ്വസിക്കുക. എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. യെസ്, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് എൻ്റെ സഹോദര, സഹോദരി, നീ വിശ്വസിക്കൂ. ഇവിടെ വന്ന് ഇപ്പൊ പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. യെസ്, ആയിരം തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. നിങ്ങളതങ്ങ് വിശ്വസിച്ചോ. നിങ്ങളുടെ കൺവെട്ടത്തത് കാണും. ഇന്ന് നീ കടന്നു പോകുന്ന തകർച്ചയ്ക്ക് മുമ്പിൽ നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടെന്ന് നിനക്ക് തോന്നും. മകളിന് തിരിച്ചു വരില്ല എന്ന് ഈ അമ്മയ്ക്ക് തോന്നും. എന്നാൽ കർത്താവ് കൊണ്ടുവരും, കർത്താവ് കൊണ്ടുവരും. ജോലി നഷ്ടപ്പെട്ടിനി ജീവിതത്തിൽ എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കേണ്ട സഹോദര, കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കും. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നിന്നെ നടത്തും. വിശ്വസിക്കൂ. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനി എന്നെ നടത്തും. വഴി ദൈവം തുറക്കും. ദൈവത്തിനറിയാം എന്നാ വേണ്ടതെന്ന്. നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പക്ഷേ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. നിന്റെ ദൈവം നിനക്ക് പ്രതിഫലം നൽകും. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ.